ഹായ്, നമസ്കാരം. ഇന്ന് ജൂൺ 14. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വേൾഡ് ബ്ലഡ് ഡൊണേറ്റേഴ്സ് ഡേ ആണ്. 2004 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും റെഡ് ക്രോസും ഇന്റർനാഷണൽ ബ്ലഡ് ഡൊണേഷൻ കമ്മിറ്റിയും ഇന്റർനാഷണൽ ബ്ലഡ് ഡൊണേഷൻ സൊസൈറ്റിയും കൂടി ചേർന്ന് ഈ ദിവസം എല്ലാ വർഷവും ജൂൺ 14 വേൾഡ് ബ്ലഡ് ഡൊണേറ്റേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ഈ വർഷത്തെ ഈ ദിവസത്തെ സ്ലോഗൻ, മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ വി ആർ കംപ്ലീറ്റിംഗ് 20 years ഓഫ് ബ്ലഡ് ഡൊണേഷൻ. താങ്ക് യു ഓൾ ദ ബ്ലഡ് ഡൊണേറ്റേഴ്സ്. ഡോക്ടർ കോൾ ലാൻസ്നെ ഒരു ഇറ്റാലിയൻ ഫിസിഷ്യനാണ്. ആ ഫിസിഷ്യനാണ് ബ്ലഡ് ഗ്രൂപ്പായ ABO കണ്ടുപിടിച്ചത്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ ജന്മദിനമാണെന്ന്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഈ വേൾഡ് ബ്ലഡ് ഡൊണേറ്റേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തീരുമാനിച്ചത്. നമുക്കറിയാം, നമ്മളെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ബ്ലഡ് ഉണ്ട്. ഓരോ ശരീര കിലോയ്ക്കും 50 മില്ലി ലിറ്റർ ബ്ലഡ് മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ ശരീരം. അപ്പോൾ ആർക്കൊക്കെ നമുക്ക് ബ്ലഡ് കൊടുക്കാം, ആരൊക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കും? 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള ആർക്കും, 50 കിലോയിൽ കൂടുതലുള്ള ആർക്കും, അത്യാവശ്യം ആരോഗ്യമുള്ള ആർക്കും ബ്ലഡ് കൊടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ പുരുഷനെ സംബന്ധിച്ച് 3 മാസങ്ങൾക്ക് ശേഷവും സ്ത്രീകളെ സംബന്ധിച്ച് 4 മാസങ്ങൾക്ക് ശേഷവും വീണ്ടും ബ്ലഡ് കൊടുക്കാവുന്നതാണ്. നമുക്കൊരിക്കലും ബ്ലഡ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അത് വോളണ്ടറി ആയിട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഗീവ് ബ്ലഡ്, സേവ് എ ലൈഫ്. അതുപോലെ ഗിവിങ് ബ്ലഡ് മീൻസ് ഇറ്റ് ഈസ് വി ആർ കീപ്പിംഗ് എ ഹാർട്ട് ബീറ്റ്. ഓൾ ദ ബ്ലഡ് ഡൊണേറ്റേഴ്സ് ആർ ഹീറോസ്. അപ്പോൾ നിങ്ങൾക്ക് കഴിവതും ബ്ലഡ് കൊടുക്കുക. ബ്ലഡ് കൊടുത്തിട്ട് ഒരു ലൈഫിനെ സേവ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.